സാർ കിഫ്ബി മോഡലിന്റെ ഈ കാര്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എടുത്ത ഈ സമീപനം പിന്നെ വളരെ തെറ്റാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തോളൂ. ഞങ്ങളിവിടെ പറഞ്ഞല്ലോ, ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകേണ്ട കാര്യമില്ല. ആ പദ്ധതികൾ എവിടെയാണ്? ഈ 35,000 കോടി രൂപയാണ്. ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോൾ 35,000 കോടി രൂപയിലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല അതുപോലെ വരത്തില്ല. പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന MLA-മാർക്ക് അറിഞ്ഞൂടെ? ഞാനും ഒരു MLA എന്ന നിലയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇതിന് പല സാങ്കേതിക അനുമതി കിട്ടാനായിട്ട് പലപ്പോഴും നടക്കാറുണ്ട്. അതെല്ലാം കിട്ടാറുണ്ടോ? ആ സാങ്കേതിക അനുമതി എല്ലാം ശരിയാക്കി ഈ കാര്യങ്ങൾ വരും. ഇതിനകത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ റോഡുകളും ഏറ്റവും കൂടുതൽ റോഡുകളാണ്. അങ്ങ് ഇവിടെ പറഞ്ഞു പ്ലാനിന്റെ ഭാഗത്തു നിന്ന് ഇതെടുക്കുന്നതെന്ന്. പക്ഷേ പ്ലാനിനകത്തുണ്ടായിരുന്നപ്പോൾ സാധാരണ ഇത്രയും നിർമ്മാണം ഉണ്ടോ? കഴിഞ്ഞ 25 വർഷക്കാലത്തെ കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വന്നേക്കുന്ന ആ ഗ്രാജുവലായ ഇൻക്രീസ് ഇപ്പോഴും ക്യാപിറ്റൽ ഇൻക്രീസ് വന്നിട്ടില്ലേ? ആ ക്യാപിറ്റൽ ഇൻക്രീസിന് പുറത്താണ് 14,000 കോടി ക്യാപിറ്റൽ മൂലധന ചെലവുണ്ടെങ്കിൽ 25,000 കോടി കേരളത്തിൽ ചെലവാക്കുകയാണ്. ഇപ്പോൾ അത്രയധികം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞു വ്യവസായ വകുപ്പിന് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും മറ്റു വകുപ്പുകൾക്കല്ലേ കാര്യം കിട്ടുമ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സാർ. അതുകൊണ്ട് പ്ലാൻ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞു മെട്രോ ഞങ്ങൾ അന്ന് കൊണ്ടുവന്നതാണ് സാർ. മെട്രോ അന്ന് ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ തറക്കല്ലിട്ടു. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ ഒരു ബഹുമാനപ്പെട്ട മെമ്പർ പറയുന്നത് കേട്ടു, വിഴിഞ്ഞം വരെ നീളുന്ന മെട്രോ ഞങ്ങൾ 9 വർഷം മുമ്പ് തറക്കല്ലിട്ടു. ഇത് കേൾക്കുന്ന ഇന്ന് രാവിലെ പറഞ്ഞതാണ്, വിഴിഞ്ഞം വരെ നീളുന്ന മെട്രോ ഞങ്ങൾ തറക്കല്ലിട്ടുന്നു തിരുവനന്തപുരത്ത്. ഇങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല, കണ്ണൂർ എയർപോർട്ടിൽ ഒരു ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു സാർ. കേരളത്തിൽ 100 സ്ഥലത്തെങ്കിലും ഹെലികോപ്റ്റർ ഇറക്കി ഉദ്ഘാടനം ചെയ്യാം. ഹെലികോപ്റ്റർ അല്ല, ചെറിയ ഡിഫൻസിന്റെ ചെറിയ വിമാനം ഏത് സ്ഥലത്ത് ഡോർണിയർ മറ്റുമാണ്. ഡോർണിയർ എന്ന് പറയുന്ന ചെറിയ വിമാനം, ചെറിയ ഗ്രൗണ്ടിൽ ഇറക്കാവുന്നതാണ്. അതിറക്കി ഉദ്ഘാടനം ചെയ്തു സാർ. അത് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ കാണുന്നു. ഇപ്പൊ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം നടപ്പിലാക്കുകയാണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നിട്ടുകയാണ്. തിരുവനന്തപുരം ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഗവേഷണം നടത്താം. ഞാൻ പറയുന്നു, മിലിറ്ററിയുടെ വളരെ ഷോർട്ട് 1000 അടി നീളമുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങാവുന്ന ഒരു വിമാനം ഇറങ്ങുന്ന നല്ല വിമാനത്താവളം. അപ്പൊ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, വിഴിഞ്ഞത്തേക്കുള്ള അടക്കമുള്ള മെട്രോയ്ക്ക് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞാൽ ആരാ അത് വിശ്വസിക്കുക? അപ്പൊ ഇങ്ങനെ ഞാൻ ഇപ്പൊ വഴങ്ങുന്നില്ല, അടിയന്തരപ്രമേയത്തിന് അങ്ങനെ വഴങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ കണക്കുകളല്ല നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാർ. കണക്കുകളല്ല, നിങ്ങൾക്ക് കണക്കിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞേനെ സാർ. ഐസക് ഇവിടെ പറഞ്ഞു ജനങ്ങൾക്ക് ബാധ്യത വരുന്ന കാര്യം ചെയ്യില്ല എന്നത് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ബാധ്യത വരുന്ന കാര്യം ചെയ്ത് 1,00,000 ചില്ലാനം കോടി രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം, സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം 2017 ആദ്യം അവർ പറഞ്ഞു ട്രഷറി വരുന്ന പണം നിങ്ങളെ കടത്തി വരും. അതുവരെ അതില്ല. അത് തന്നെ 10,000 കോടി വരും. അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങളുടെ ഈ പറഞ്ഞ കടപരിധിയിലെല്ലാം വരും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ട പണത്തിനകത്താണ് ഒറ്റ വർഷം മാത്രം 10,000 വെട്ടിക്കുറച്ച്. ഇപ്പോഴും അതിന്റെ പേര് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്നിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. നിങ്ങളെല്ലാം വ്യക്തിപരമായി പറയുമ്പോൾ കിഫ്ബിയുടെ കാര്യവും മറ്റു വർക്കിന്റെ കാര്യവും പറയുന്നല്ലോ, വർക്കുകൾ നടക്കുന്നില്ലേ? പിന്നെ രാഷ്ട്രീയമായി പറയാം, അന്നുണ്ടായിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സാർ. അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇത്. മൊത്തം വെട്ടിക്കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ഭാഗമാണ്. പക്ഷെ കിഫ്ബി നിർത്തി പുറകോട്ട് പോകാനല്ല, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തന്നെയാണ് കാണുന്നത്.